പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതൊരു ഫാമിലി ട്രിപ്പാണ്. അല്ലെങ്കിൽ കൂടുതലും തനിച്ച് സോളോ യാത്രകളൊക്കെ പോയിക്കൊണ്ടിരിക്കുക, അതും അധികവും ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഫാമിലിയോടൊപ്പം കാറിൽ പോയ ഒരു യാത്ര, എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ളൊരു യാത്ര തന്നെയാണ്. അതിനകത്ത് 2 സ്ഥലങ്ങളാണ് പോയത്, നിസർഗ ഡാമും ഗോൾഡൻ ടെമ്പിളും. പക്ഷേ എൻ്റെ ഹൈലൈറ്റ് എന്നും ഗോൾഡൻ ടെമ്പിൾ തന്നെയാണ്. പോകുന്ന വഴിക്കായതുകൊണ്ട് നിസർഗ ഡാമിലൊന്ന് കയറിയെന്ന് മാത്രം. ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നിസർഗ ഡാമിലോട്ട് കടന്നു ചെന്നത്. അന്ന് കാവേരി നദി കാണാമെന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്കെന്തോ ഇഷ്ടമാണ് കാവേരി നദി. കാരണം 2 സംസ്ഥാനങ്ങളുടെ ജലസ്രോതസ്സാണല്ലോ. മാത്രമല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം അത് നല്ലൊരു മഴയുള്ള സമയത്ത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്തതാണ്, അതിൻ്റെ പല ഭാഗങ്ങളും കണ്ടതാണ്. അങ്ങനെ മൈസൂർ വൃന്ദാവൻ ഗാർഡനൊക്കെ കണ്ടതാണ്. അപ്പം ആ ഒരു ഓർമ്മ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ വന്ന സ്ഥലമാണെങ്കിലും അത് അന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീണ്ടും വരാൻ എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും ഇത്തവണ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് വന്നതെങ്കിലും നിസർഗ ഡാമിൽ കയറിയിട്ട് വളരെ നിരാശയായിരുന്നു. കാരണം അത്ര വർഷങ്ങൾക്ക് മുന്നേ കണ്ട കാഴ്ചകളൊന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പ്രത്യേകിച്ച് സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. കാരണം പണ്ടൊക്കെ ഇതിലേറെ നല്ലതായിരുന്നു ആ പാർക്കും, ഒരു ഡിയർ പാർക്കും ബേഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പം പക്ഷേ വളരെ കുറവാണ്. എന്നാലും എൻ്റെ കുഞ്ഞുമക്കൾ കുറച്ച് നേരമൊക്കെ അവിടെ എൻജോയ് ചെയ്തു. ആ ഒരു ചെറിയ കാഴ്ചയാണ് ഈ വീഡിയോയിൽ. പിന്നെ കൂടെ ഗോൾഡൻ ടെമ്പിളും. പക്ഷേ ഗോൾഡൻ ടെമ്പിൾ എന്തായാലും നിരാശപ്പെടുത്തിയിരുന്നില്ല. അപ്പം ഈ 2 കാഴ്ചകളും വളരെ ലളിതമായിട്ട് കാണാം. അവിടെ മാനുകളെയൊന്നും തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റിയില്ല, കുറച്ച് അകലങ്ങളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം സൂം ചെയ്ത് കാണുമ്പം നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ വേറൊന്നും അവിടെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. നിസർഗ ഡാമിൽ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷികളെയൊക്കെ കണ്ടു, കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു തിരക്കായിരുന്നു, കാരണം ദീപാവലിയോട് അനുബന്ധിച്ചാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടുത്തെ ചെറിയ മാർക്കറ്റിൽ നിന്ന് കുറച്ച് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു എന്നതല്ലാതെ പിന്നെ കൂടുതലായിട്ടൊന്നും അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇങ്ങോട്ടുള്ള യാത്ര പറയാം. ഇരിട്ടി വിരാജ്പേട്ട ചുരം കയറിയിട്ടാണ് വന്നത്. ചുരത്തിൻ്റെ പണി നടന്നുകൊണ്ടുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു 10 കിലോമീറ്ററോളം ചുരം നല്ലതാണ്. അതിനുശേഷമുള്ള ചുരം റോഡ് വളരെ മോശമാണ്. പിന്നെ അവിടുന്ന് സിദ്ധാപുര വഴി കുശാൽ നഗറിൽ വരുന്ന വഴിയും മോശമാണ്, വളരെ മോശമാണ്. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത് വരുമ്പം. അപ്പം നമ്മുടെ ഇവിടെ ഒട്ടകപ്പക്ഷി ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ട് ആ കൂടിൻ്റെ ഉള്ളിൽ. അവരിങ്ങനെ നമ്മുടെ അടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കുറച്ച് അഗ്രസീവാണ് ഒട്ടകപ്പക്ഷികൾ. വരുന്ന കാണുമ്പോൾ തന്നെ പേടിയാവും, കാരണം നമ്മളെക്കാളും ഹൈറ്റിലാണ് എൻ്റെ കൊക്ക് നിൽക്കുന്നത്. അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ, എനിക്കൊന്നൊരു 10 വർഷത്തിന് മുന്നേ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, ഗ്രൂപ്പിനൊപ്പം വന്നപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ആ കാവേരി നദിയിൽ അന്ന് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് വെള്ളമില്ലാത്ത സമയത്ത്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മകളൊക്കെ, അന്ന് വന്ന ഗ്രൂപ്പിൻ്റെ ഓർമ്മകൾ, അന്ന് വന്ന ഓരോ വ്യക്തിയുടെയും ഇപ്പോൾ ഓർക്കുന്നു. ഞാൻ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല. എങ്കിലും ഈ സ്ഥലത്ത്, അതുകൊണ്ടാണ് ഞാൻ സ്ഥലം വീണ്ടും കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നേരെ കുശാൽ നഗറിലേക്ക് പോവുകയാണിത്. ഞാൻ കുശാൽ നഗർ 4-5 തവണ സന്ദർശിച്ചിട്ടുണ്ട്. അതായത് ഈ ഗോൾഡൻ ടെമ്പിൾ, കുശാൽ നഗർ എന്ന് പറയുമ്പോൾ ഗോൾഡൻ ടെമ്പിൾ എന്നും എനിക്ക് നല്ലൊരു ഓർമ്മകൾ മാത്രം തന്നൊരു സ്ഥലമാണ്. എത്ര കണ്ടാലും എനിക്ക് മടുപ്പ് തോന്നാത്തൊരു സ്ഥലമാണ്. എല്ലാ തവണ പോകുമ്പോഴും അവരുടെ ആ പ്രെയർ ടൈമിലാണ് ഞങ്ങൾ എത്താറ്. പക്ഷേ ഇത്തവണ മാത്രം ആദ്യമായിട്ട് ഞങ്ങൾ 5:30 കഴിഞ്ഞ് എത്തിയതുകൊണ്ട് തന്നെ പ്രെയർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണിയാകുമ്പോഴേക്കും പ്രെയർ തീർന്നിട്ടുണ്ടായിരുന്നു. 6 മണിയാകുമ്പോൾ ക്ലോസിങ് ടൈമാണ് ടെമ്പിൾ. അതുകൊണ്ട് വളരെ കാര്യമായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല തിരക്കായിരുന്നു. കാരണം ദീപാവലിയോട് അനുബന്ധിച്ചായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നല്ല തിരക്കായിരുന്നു ആ സമയത്ത്. എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം അവിടെ ഇരുന്നു, 5 മിനിറ്റ് കിടന്നു, ആ ഒരു അന്തരീക്ഷത്തിൽ കിടന്നു. കുട്ടികളും കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തു. അതൊരു നല്ല കാഴ്ച തന്നെയായിരുന്നു. അപ്പം ആ കാഴ്ചകൾ കുറച്ച് നേരം കണ്ട് ആസ്വദിക്കാം. പ്രത്യേകിച്ച് ഇതിൽ കൂടുതലൊന്നും ഈ വീഡിയോയിലൊന്നും ഇല്ല. പക്ഷേ ഞാൻ പോയ ചെറിയ കാഴ്ചകളൊക്കെ ഞാൻ ഒപ്പിയെടുത്തു, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് സന്ദേശങ്ങളൊന്നും തരുന്നില്ല. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഒപ്പിയെടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ ചെറിയ കാഴ്ചകൾ കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. Dawn paints gold.
crown, while rivers whisper truth as they flow down, and their songs entwine with the പിന്നെ മറ്റൊരു ചെറിയ സന്തോഷം കൂടെ പറയാം. ഇപ്പം എൻ്റെ വീഡിയോ ഏതാണ്ട് 1200 മുകളിൽ സബ്സ്ക്രൈബേഴ്സായി. കുറച്ച് വീഡിയോസിന് കുറച്ച് വാച്ചവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. 1-2 വീഡിയോകൾ 1000-ന് മുകളിൽ വ്യൂസ് വന്നിട്ടുണ്ട്. റെസ്പോൺസ് അങ്ങനെ വരുന്നില്ല എങ്കിലും കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്, കുറച്ച് ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം കൂടുതൽ സപ്പോർട്ട് തരാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് തരാം. ഏതായാലും കുഞ്ഞുമക്കൾ അതിലെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ചു കുറച്ച് നേരം. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. ഞാനും അവിടെ കുറേ നേരം അവരുടെ കളിയൊക്കെ കണ്ടിരുന്നു. കാരണം എന്തോ അവരുടെ സന്തോഷം കാണുന്നതാണല്ലോ നമ്മുടെയും സന്തോഷം. പിന്നെ ഒരുപാട് സമയം താമസിക്കാതെ പോകേണ്ടതുകൊണ്ട് ഞങ്ങളധികം താമസിക്കാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. ഏതാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും 5 മണിക്കൂറിലധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒരു സപ്പോർട്ട് തരിക. പുതിയ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. അപ്പം അതുവരേക്കും എല്ലാവർക്കും നന്ദി, ശുഭദിനം നേരുന്നു.